ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നാടൻ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളൊക്കെ പരിചയപ്പെടാം കേട്ടോ. ഇതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതാ ചുവന്ന അരി ചോറാണ്. നമ്മൾ വയലിൽ തന്നെ ഉണ്ടാക്കിയതാ, വളമൊന്നും ഇടാണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ അതിലേക്ക് കറിക്ക് ഇതാ മാന്ത മീനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തോല് പൊളിക്കണം. നമുക്ക് ഇതാ തലഭാഗത്ത് ഇങ്ങനെ പിടിച്ച് ഞെക്കിയാൽ തോല് വലിച്ചാൽ ഇങ്ങോട്ട് കിട്ടും. നമ്മൾ നല്ലോണം പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വലിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ആ തോല് രണ്ട് സൈഡിലെ തോലും പോക്കണം. ഒരു സൈഡ് മാത്രം പോക്കിയാൽ പോരെ. വെളുത്ത ഭാഗം പോക്കണം, ആ കുറച്ച് ഡാർക്കായിട്ടുള്ള ഭാഗം. എന്നിട്ട് വാലിൻ്റെ അറ്റം ഉണ്ടല്ലോ, ആ എഡ്ജ് ലാസ്റ്റിൽ കാമ്പൊന്നും ഉണ്ടാവില്ല, അതാണ്ട് മുറിച്ച് ഒഴിവാക്കുക. പിന്നെ സൈഡിലുള്ള ചെറിയ ഇത് കണ്ടോ, അതെല്ലാം മുറിച്ച് ഒഴിവാക്കണം കേട്ടോ. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തല കുറച്ച് മാംസത്തോടു കൂടി തന്നെ മുറിച്ചെടുക്കുക. അതുപോലെ വാൽ ഭാഗത്തുനിന്ന് കുറച്ച്, അതെന്തിനാ അറിയാം, കറിയിലിടാനാണ്. വേറെയുണ്ട് 2-3 മീൻ, പക്ഷേ ഈ ഭാഗം എന്തായാലും വറുത്ത നമുക്ക് അതുകൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ അത് കറിയിലിട്ടാൽ കറിക്കൊരു ടേസ്റ്റെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇതാണ് കറിക്ക് ഞാൻ മുറിച്ച് വെച്ചത്, മറ്റേത് വറുക്കാനും. അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടെണ്ണം എന്തിനാ അറിയാം, നമ്മളുടെ കിറ്റ് ഉണ്ട് പൂച്ചയ്ക്ക് കൊടുക്കാനാണ്. ഇനി നമുക്ക് മീനിൽ മസാല പുരട്ടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുക. അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിക്കുക, ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, അത് ഞാൻ ഇവിടെ തന്നെ പൊടിച്ചതാണ്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണണം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ച മീനുണ്ടല്ലോ അതിലിട്ടിട്ട് നല്ലോണം പുരട്ടിയിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം മസാലയ്ക്കുള്ളിൽ പിടിക്കുക. അതേ ചട്ടിയിൽ തന്നെ ഇതാ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇതാ 2 പുളി നമ്മളെ മുറ്റത്തുനിന്ന് തന്നെ പറിച്ചെടുത്താൽ കേട്ടോ. ചതുരപ്പുളി ഉണ്ടല്ലോ, നമ്മളെ സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെ പറയും, അത് അതിൻ്റെ സൈഡൊക്കെ ചെത്തിപ്പോക്കണേ, 2 എഡ്ജസും. പിന്നെ അതാ ആ പൊന്തി നിൽക്കുന്ന ഭാഗം അതിലെന്താ പറയുക, ഓക്സലേറ്റ്സ് ഉണ്ട്, ഒരു ആസിഡ് ഉണ്ട്, ഓക്സാലിക് ആസിഡ്. അത് നമുക്ക് നല്ലതല്ല. അത് ചെത്തി ഒഴിവാക്കി കഴുകി കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് നമ്മളെ മീൻകറിയിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഉപ്പും മുളകും മഞ്ഞളും ഈ പുളിയും കൂടി ഒന്നിച്ചാണ് നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ല പോലെ തിളച്ച് മുളകിൻ്റെ കുത്തൊക്കെ ഒന്ന് മാറണം കേട്ടോ. എന്നിട്ടേ നമ്മൾ മീനിടുള്ളൂ. കാരണം എന്താ പറയുക, ഈ മീനിന് അധികം വേവൊന്നുമില്ല, നല്ലോണം 2 തള തിളച്ചാൽ മതി, മീൻ വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കലക്കി നമുക്ക് ഇതാ അടുപ്പത്ത് വെച്ചിന് അതൊന്ന് മൂടി വെക്കുക, നല്ല പോലെ തിളക്കട്ടെ കേട്ടോ. ഇപ്പുറത്തെ അടുപ്പിൽ ചോറിനാണ് വെള്ളം വെച്ചത് കേട്ടോ. അത് നമ്മളെ ചോന്നരിയാണ് വെക്കാൻ പോകുന്നത്. അപ്പം മീനിലേക്കാണ് തേങ്ങ, 1 മുറി നാളികേരം, 5-6 ചുവന്നുള്ളിയും കുറച്ച് പെരിഞ്ചീരകം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതാ അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതിൽ ഒഴിക്കാനായില്ല, മീൻ ഇനിയും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് മീൻ അടുപ്പത്തിടാം, നമുക്ക് മുളകെല്ലാം നല്ലോണം വെന്തിന് കേട്ടോ. അപ്പോൾ ഇത് അടുപ്പത്തിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു തിളക്കട്ടെ നല്ലോണം ഒന്ന്. എന്നിട്ട് വെന്തിട്ട് നമുക്ക് അതിലേക്ക് തേങ്ങയെല്ലാം ഒഴിക്കുക. ഇപ്പോൾ ഇതാ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് ഒഴിക്കുക, പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക, ഒരുപാട് വെള്ളം ആക്കണ്ടേ. എന്നിട്ട് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം അതിൽ നമുക്ക്. എന്നിട്ട് ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കറി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു തള വന്നാൽ മതി. ഇതാ ചോറ് ഇതപ്പുറത്തടുക്കുന്ന തിളയ്ക്കുന്ന അതിൻ്റെ കളറ് നോക്ക് നിങ്ങൾ. അത് വെള്ളം മാത്രം കുടിച്ചാൽ മതി, നമുക്ക് നല്ല ഉന്മേഷം ഉണ്ടാവും. ഇപ്പോൾ ഇതാ കറി ഏകദേശം തിളച്ചിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പം നമുക്ക് നോക്കാം, ഒന്ന് തള വന്നാൽ മതി. ഇതാ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. ഞാനിതാ ഒറ്റ കൈ കൊണ്ടാണ് എടുക്കണം, നിങ്ങളത് കണ്ട് ആരും എടുക്കാൻ ശ്രമിക്കണ്ട, ഇതൊക്കെ ഒരു ശീലമാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് വയ്ക്കണം കേട്ടോ. അപ്പോൾ അതിനിത് 5-6 ചുവന്നുള്ളി ഞാൻ ചെറുങ്ങനെ വട്ടത്തിന് അരിഞ്ഞെടുത്തതാണ്. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടാകുമ്പോൾ അതിലിട്ടിട്ട് നമ്മളിതൊന്ന് അതിൽ വറുത്തെടുക്കണം. അതായത് ഒരു ഗോൾഡൻ കളർ ബ്രൗൺ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വറവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അപ്പം തന്നെ മൂടി വെക്കണം. എന്താ പറയുക, അതിൻ്റെ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ. ഇതാ നമ്മളെ ചോറ് വെന്ത് തുടങ്ങിയെന്ന് കേട്ടോ. നോക്ക് കണ്ടോ, എന്താ ഇതിൻ്റെ ഒരു കളറ് മക്കളെ. ഇനി അത് വാർക്കട്ടെ. ഇനി മീനും പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിതാ മീൻ വറുത്ത് കോരാൻ നേരം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അല്ലാതെ എടുത്ത് മാറ്റി വെച്ചു. ഇനി ഉപ്പേരിക്ക് ഇതാ ഞാൻ കേബേജ് എന്നൊരു ഫുഡ് കളർ ഉണ്ടാക്കിയില്ല, അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ആ കേബേജും കുറച്ച് പച്ചമുളകും 1 സവാളയും കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് കടുക് ഇട്ട് പൊട്ടുമ്പോൾ ഇതെല്ലാം കൂടി അതിലിട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പും ഇടുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുക. വെള്ളം ഒഴിക്കേണ്ട കേട്ടോ, മൂടി വെക്കുക. ഒന്ന് തുറന്ന് കുറച്ച് വെന്തിട്ടുണ്ട്. അപ്പം നാളികേരം ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഒന്ന് മൂടിയിട്ട്
സ്റ്റവ് കണ്ട് ഓഫാക്കുക. മതി, ഉപ്പേരിൻ്റെ ഉണ്ടെങ്കിൽ ഇനി ഒരു ചമ്മന്തിയാണ് കേട്ടോ. തേങ്ങയും കറിവേപ്പിലും ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് ഉപ്പും പിന്നെ അതാ ഞാൻ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടെ പിഴിയുന്നുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ആ കഷ്ണം ഇഞ്ചി അത് ഞാനൊന്ന് എടുത്ത് ചെറുതായി കൊത്തി അരിഞ്ഞതാണ്. അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. അത് അറിയണ്ടേ. ഇതാ ഇപ്പം നമ്മളെ എല്ലാ ഐറ്റം റെഡി ആയിട്ട് ഇനി നമുക്ക് ചോറ് വിളമ്പോ ഇലയിലേക്ക്. എന്താ മക്കളെ മരുന്നടിക്കാത്ത ചോറ് ഇപ്പോൾ ഇത് എവിടെയും കിട്ടാനുണ്ടോ? എല്ലാവരും വയലൊക്കെ നികത്തിപ്പോയി മണ്ണിട്ട്. പക്ഷെ ഞങ്ങളൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ച, ഒരുപാടില്ലെങ്കിലും കുറച്ച്. അപ്പോൾ ഉള്ളത് നമുക്ക് സന്തോഷത്തിൽ കഴിക്കാമല്ലോ. അപ്പോൾ അതിലേക്ക് ഇതാ കേബേജിൻ്റെ ഉപ്പേരി, നമ്മൾ ഉണ്ടാക്കി വെച്ച കേബേജിൻ്റെ ഉപ്പേരിയും. അപ്പോൾ കേബേജിൻ്റെ വീഡിയോ ഇട്ടണേ ഞാൻ ഫുഡ് കളർ, അത് കാണാത്തവരുണ്ട്, അത് കാണണേ. ഇതാ ചമ്മന്തിയും, നമ്മളെ തേങ്ങാ ചമ്മന്തി. പിന്നെ അതിലേക്ക് നമ്മളെ മീൻ കറി. ഇത് അത്ര കട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് മീനിൻ്റെ കറി. അല്ലെങ്കിൽ ഇതിലൊഴിച്ചാൽ അങ്ങനെ നടന്നടാന്ന് ഒലിച്ചങ്ങ് പോകും. പിന്നെ അതാ ഒരു കഷ്ണം വറുത്ത മീനും. നമ്മളെ ഒരു തനി നാടൻ, ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഊണ് റെഡി. അതിൻ്റെ കൂടെ ഇതാ ഒരു ഗ്ലാസ് നമ്മളെ ആ കഞ്ഞിവെള്ളം. ഇത് കഴിച്ചാൽ മതി, നല്ല ക്ഷീണം മാറും. അപ്പോൾ ഒന്ന് എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.